ഹായ് ഫ്രണ്ട്സ്, നിങ്ങളിൽ പാതി പേർക്കെങ്കിലും സ്വന്തം വീടുണ്ടോ? ഞാൻ ഇപ്പോ പറയാൻ പോകുന്ന രാജ്യത്ത് അടുത്ത വീട് എന്നൊന്നില്ല, എല്ലാവർക്കും സ്വന്തം വീട് മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ ആദ്യം കുറച്ച് വെള്ളം കൊടുത്ത് സംസാരിക്കും. പക്ഷേ അവിടെ വെള്ളത്തിന് പകരം വൈൻ കൊടുക്കും. വന്നവർ പോകുന്നതുവരെ ഒഴിച്ചുകൊണ്ടേയിരിക്കും. ഇനി അവിടത്തെ പെൺകുട്ടികളുടെ കാര്യത്തിലേക്ക് വന്നാൽ അവിടെയുള്ളവരെല്ലാം സുന്ദരിമാർ തന്നെ. ഇവരെ ഇംപ്രസ് ചെയ്താൽ മതി, നിനക്ക് പെരുന്നാൾ തന്നെ പെരുന്നാൾ. അങ്ങനെ ആ രാജ്യം ഏതാണ്? അത് എവിടെയാണ്? അവിടെ ജനങ്ങൾ വെള്ളത്തേക്കാൾ കൂടുതൽ വൈൻ എന്തിനാണ് കുടിക്കുന്നത്? അവിടത്തെ പെൺകുട്ടികൾ എന്തിനാണ് ഇത്ര സ്പീഡ്? അവിടെ വേശ്യാവൃത്തി എന്തിനാണ് ലീഗൽ ആക്കിയത്? ഈ വിഷയങ്ങൾ ഈ വീഡിയോയിൽ അറിയാം. എവിടെയും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണും. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റൊമാനിയ രാജ്യത്തെക്കുറിച്ച് അറിയാം. ഈ രാജ്യത്തെ റൊമാനിയ അല്ലെങ്കിൽ റൊമേനിയ എന്ന് വിളിക്കും. ഇത് തെക്കുകിഴക്കൻ യൂറോപ്പിലാണ്. ഇത് നമ്മുടെ രാജ്യത്തിന് പടിഞ്ഞാറാണ്. ഈ രാജ്യത്തിന് ചുറ്റും ഉക്രൈൻ, പോളണ്ട്, ഓസ്ട്രിയ, സെർബിയ, ബൾഗേറിയ, ഗ്രീസ് പോലുള്ള രാജ്യങ്ങൾ ഉണ്ട്. ഒരു വശത്ത് കടലുണ്ട്, മറ്റു വശങ്ങളിൽ മറ്റു രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. ഈ രാജ്യത്തിന്റെ തലസ്ഥാനം ബുക്കാറസ്റ്റ്. രാജ്യത്തിന്റെ ദേശീയ പതാക വളരെ സിമ്പിൾ ആയി 3 നിറങ്ങളിൽ ഉണ്ട്. ഇവിടെ ഔദ്യോഗിക ഭാഷയായി റൊമേനിയൻ സംസാരിക്കും. രാജ്യത്തിന്റെ മൊത്തം ജനസംഖ്യയിൽ 90% വരെ റൊമേനിയൻസ് ആണ്. ബാക്കി 6.6% ഹംഗേറിയൻസ്, ഇനിയും കുറച്ചു കുറവായി 2.5% റോമ തരത്തിൽപ്പെട്ട ജനങ്ങൾ താമസിക്കുന്നു. ഇവിടെ മിലിറ്ററി സെമി പ്രസിഡൻഷ്യൽ റിപ്പബ്ലിക് ഗവൺമെന്റായി നടക്കുന്നു. രാജ്യത്തിന്റെ മൊത്തം വിസ്തീർണം 2,38,397 ചതുരശ്ര കിലോമീറ്റർ. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് രാജ്യത്തിന്റെ ജനസംഖ്യ 1,90,00,000 വരെ ഉണ്ട്. ജനസാന്ദ്രതയിൽ യൂറോപ്യൻ യൂണിയനിൽ 7ാം സ്ഥാനത്താണ്. രാജ്യത്തിന്റെ കറൻസി റൊമേനിയൻ ലേവ്. ഇത് നമ്മുടെ രൂപയുമായി താരതമ്യം ചെയ്താൽ ഏകദേശം 18 രൂപയാണ്. ഇവിടെ ഭക്ഷണവും വളരെ വിചിത്രമാണ്. ഇവിടെ പ്രസിദ്ധമായ ഭക്ഷണം സർമലെ. മറ്റൊരു പ്രസിദ്ധ ഭക്ഷണം ജോമാരി. ഇത് എങ്ങനെ ഉണ്ടാക്കുമെന്നാൽ ആട്ടിറച്ചി എടുത്ത് സ്ലൈസ് ആയി മുറിച്ച് എല്ലാ മസാലകളും കലർത്തി കുറച്ച് ഡ്രൈ ചെയ്ത് എണ്ണയിൽ ഫ്രൈ ചെയ്ത് ചിപ്സ് പോലെ ഉണ്ടാക്കി കഴിക്കും. ഈ ജോമാരി ഭക്ഷണം രാജ്യത്ത് വളരെ കൂടുതലാണ്. ആധുനിക റൊമാനിയ 19ാം നൂറ്റാണ്ട് 59 രൂപം കൊണ്ടു. ഇതിന് 19ാം നൂറ്റാണ്ട് 66 ഔദ്യോഗികമായി റൊമാനിയ എന്ന പേര് നൽകി. പക്ഷേ ഇത് 19ാം നൂറ്റാണ്ട് 77 ഒട്ടോമൻ സാമ്രാജ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. റൊമാനിയ വികസിച്ചു വരുന്ന രാജ്യമാണ്. 2000 വർഷത്തിന്റെ തുടക്കത്തിൽ വേഗമേറിയ സാമ്പത്തിക വളർച്ചയ്ക്ക് ശേഷം റൊമാനിയയുടെ സമ്പദ്വ്യവസ്ഥ ചില സേവനങ്ങളെ ആശ്രയിച്ചു. യന്ത്രങ്ങൾ, വൈദ്യുതി ശക്തി, കയറ്റുമതി, ഓട്ടോമൊബൈൽ ഉള്ളിൽ, OMV, പെട്രോം പോലുള്ള കമ്പനികൾ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി വരുന്നു. റൊമാനിയ 2004 മുതൽ നാറ്റോ അംഗരാജ്യമാണ്. അതുപോലെ 2007 മുതൽ യൂറോപ്യൻ യൂണിയന്റെ ഭാഗവുമാണ്. യൂറോപ്യൻ സംഘടനകളിൽ വിയന്ന, പാരീസിനു ശേഷം റൊമാനിയയുടെ തലസ്ഥാനം ബുക്കാറസ്റ്റ് കൂടുതൽ ജനസംഖ്യ താമസിക്കുന്ന നഗരം. ബുക്കാറസ്റ്റിൽ ജനസംഖ്യ കൂടുതലായിരിക്കാൻ കാരണം ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും കൂടുതൽ തൊഴിൽ അവസരങ്ങൾ ലഭിക്കുന്നു. രാജ്യത്തിന്റെ ജനസംഖ്യയിൽ ക്രിസ്ത്യാനികൾ കൂടുതലാണ്. റൊമാനിയൻ ജനങ്ങൾ ജോലി ചെയ്യുന്നതിനേക്കാൾ സ്വന്തമായി ബിസിനസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. രാജ്യത്തിന്റെ തലസ്ഥാനം ബുക്കാറസ്റ്റിലുള്ള പാർലമെന്റ് പാലസ് ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള കെട്ടിടമാണ്. ഇതിന്റെ ഭാരം 4.10 മില്യൺ ടൺ. പെന്റഗണിന് ശേഷം 2ാമത്തെ വലിയ ഭരണ കെട്ടിടവും ഇതാണ്. അതുകൊണ്ട് ഇത് ലോകത്തിലെ 2ാമത്തെ വലിയ അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടമാണ്. ഈ റൊമാനിയ രാജ്യം നമ്മുടെ രാജ്യത്തിലെ ഉത്തർപ്രദേശിനേക്കാൾ ചെറുതാണ്. പക്ഷേ യൂറോപ്പിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിൽ ഒന്നാണ്. രാജ്യത്തിന്റെ തലസ്ഥാനം ബുക്കാറസ്റ്റിനെ ലിറ്റിൽ പാരീസ് എന്നും വിളിക്കും. ഈ നഗരം 19ാം നൂറ്റാണ്ട് 35 പാരീസിന്റെ മാതൃകയിൽ നിർമ്മിച്ചു. റൊമാനിയ വളരെ സുന്ദരമായ രാജ്യമാണ്. ഇവിടത്തെ ജനങ്ങൾ വളരെ ഫ്രണ്ട്ലി ആളുകളാണെന്ന് പറയണം. ജനസംഖ്യ കുറവുള്ള എല്ലാ രാജ്യവും വളരെ സന്തോഷത്തോടെ ഉണ്ട്. അതിന് റൊമാനിയ ഒരു ഉദാഹരണമാണ്. ഈ രാജ്യത്ത് ഭൂതങ്ങൾ ഉണ്ടെന്ന് ഇവിടത്തെ ജനങ്ങൾ വളരെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഭൂതകഥകൾ പറഞ്ഞ് ഭയപ്പെടുത്തുന്നവർ രാജ്യത്ത് വളരെ പേരുണ്ട്. ഇവർ ബ്ലാക്ക് മാജിക് ചെയ്യുന്നവരും വളരെ പേരുണ്ട്. രാജ്യത്തിന്റെ തലസ്ഥാനം ബുക്കാറസ്റ്റിൽ സുന്ദരമായ ലൈബ്രറി ഉണ്ട്. ഇത് 2015 തുറന്നു. ഇവിടെ വന്നവർ ആരെങ്കിലും ഒരു പുസ്തകമെങ്കിലും വാങ്ങാതെ തിരിച്ചുപോകില്ല. രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷ റൊമേനിയൻ. ഈ ഭാഷ റൊമാനിയയോടൊപ്പം മോൾഡോവ രാജ്യത്തും സംസാരിക്കും. റൊമാനിയയിൽ അടുത്ത വീട്ടിൽ താമസിക്കുന്ന ശീലം ആർക്കുമില്ല. അതെ, ഇവിടെ 97% പേർക്ക് സ്വന്തം വീടുണ്ട്. ആർക്കും അടുത്ത വീട്ടിൽ താമസിക്കേണ്ട ആവശ്യമില്ല. വെറും 3% പേർ മാത്രമേ അടുത്ത വീടുകളിൽ താമസിക്കുന്നുള്ളൂ. അതും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്നവർ മാത്രം. ഒരു കാര്യത്തിന് ഓഫീസ് ജോലിക്ക് പുറത്തുപോയാൽ കമ്പനി അക്കോമഡേഷൻ നൽകും. അത്രമാത്രം. രാജ്യത്ത് അടുത്ത വീട് കോൺസെപ്റ്റ് തന്നെയില്ല.
ഈ രാജ്യത്ത് ലേഡീസ് ഫെസ്റ്റിവൽ, ഫ്ലവർ ഫെസ്റ്റിവൽ പോലുള്ള പല ഉത്സവങ്ങളും സ്ത്രീകളുടെ ബഹുമാനാർത്ഥം നടക്കുന്നു. അതുപോലെ പല ഉത്സവങ്ങളും ഇവിടെ ആഹ്ലാദത്തോടെ ആഘോഷിക്കുന്നു. ഇനി റൊമേനിയൻസ് നല്ല സംഗീത പ്രേമികളാണെന്ന് പറയണം. അതുകൊണ്ട് രാജ്യത്തിന്റെ ഗ്രാമങ്ങളിൽ എപ്പോഴും സംഗീതം കേൾക്കാറുണ്ട്. അതുപോലെ ഇവിടത്തെ ഗ്രാമീണ യുവാക്കൾ കൂടുതലായി ഫോക്ക് മ്യൂസിക് വായിക്കും. ഏറ്റവും മുമ്പ് റൊമാനിയ ചെറിയ രാജ്യമാണെങ്കിലും മദ്യപാനത്തിൽ ഇവിടത്തെ ജനങ്ങൾ മുന്നിലാണ്. ഇവിടെ ജനങ്ങൾ തങ്ങളുടെ അതിഥികൾക്കും വൈനോടെ സ്വാഗതം പറയും. നമ്മുടെ രാജ്യത്ത് വീട്ടിൽ ആരെങ്കിലും വന്നാൽ വെള്ളം കൊടുക്കും, ഇവർ വൈൻ കൊടുക്കും. അതുകൊണ്ട് യൂറോപ്യൻസിൽ കൂടുതൽ ആൽക്കഹോൾ കുടിക്കുന്ന രാജ്യങ്ങളിൽ ഇത് 5ാം സ്ഥാനത്താണ്. റൊമാനിയൻ പെൺകുട്ടികൾ കിഴക്കൻ യൂറോപ്യൻ സൗന്ദര്യത്തിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയാം. ധാരാളം റൊമേനിയൻസിന്റെ മുടി വിവിധ നിറങ്ങളിൽ ഉണ്ട്. രാജ്യത്തിന്റെ സൂര്യപ്രകാശ കാലാവസ്ഥ കാരണം ഇവരുടെ ചർമ്മം സ്വർണ്ണ നിറമാണ്. റൊമേനിയൻ പെൺകുട്ടികളോടുള്ള ബന്ധം ഊഹിച്ചതിനേക്കാൾ പരമ്പരാഗതമാണ്. ആരംഭഘട്ടത്തിൽ ബന്ധം വളരെ സന്തോഷകരമാണ്. പക്ഷേ ഈ രാജ്യത്തെ പെൺകുട്ടികളുടെ ഇഷ്ടം നേടാൻ വളരെ പ്രയത്നിക്കേണ്ടി വരും. ഇവിടെ പെൺകുട്ടികളുമായുള്ള പരിചയം എത്ര വൈകിയാലും സെക്സ് ലൈഫിന് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഈ രാജ്യത്ത് വേശ്യാവൃത്തിയും കുറ്റകൃത്യമല്ല. പക്ഷേ എവിടെ വേണമെങ്കിലും ചെയ്താൽ കടുത്ത നടപടി ഒഴിവാക്കാനാവില്ല. ഇവിടെ ഏകദേശം 257 അടി നീളമുള്ള ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള മരം ചർച്ച് നമുക്ക് ഈ രാജ്യത്ത് കാണാം. ലോകത്ത് എവിടെയും ഇല്ലാത്ത വിധം ഇവിടെ ശ്മശാനങ്ങളും വർണ്ണാഭമാണ്. ഇവിടെ സമാധികൾ വളരെ സുന്ദരമായി നിർമ്മിക്കും. പുതിയവർ ആരെങ്കിലും കണ്ടാൽ ഇത് ശ്മശാനമാണോ അതോ മറ്റൊരു പാർക്കാണോ എന്ന് തോന്നും. റൊമേനിയൻ ഗ്രാമമായ ക്ലിൻസനി നെവ്യാലോയിൽ ഏകദേശം 200 പേർ തങ്ങളുടെ രാജ്യ പതാകയോടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സൃഷ്ടിച്ചു. ഇതുവരെ ഉണ്ടാക്കിയ ഏറ്റവും വലിയ പതാകയായി ഇത് ഉണ്ടാക്കി. ഈ പതാക 340 മീറ്റർ നീളമുണ്ട്. ഇത് രാജ്യത്തിന്റെ തലസ്ഥാനം ബുക്കാറസ്റ്റിന് തെക്കുള്ള എയർഫീൽഡിൽ 7 ഏക്കറിൽ ഉണ്ടാക്കി. ട്രാൻസ്ഫാഗറേഷൻ ലോകത്തിലെ ബെസ്റ്റ് റോഡ് എന്ന് പറയും. ഈ റോഡ് വളരെ ഹൈ സ്റ്റാൻഡേർഡ്സോടെ നിർമ്മിച്ചു. അതുകൊണ്ട് ഈ റോഡ് വളരെ നല്ലതാണ്. മലകൾക്കിടയിൽ ഇത്ര നല്ല റോഡ്, അതിലും യാത്രയ്ക്ക് യാതൊരു തടസ്സവും ഇല്ലാതെ നിർമ്മിച്ചു. ഈ രാജ്യത്തുള്ള ആസ്ട്ര മ്യൂസിയം ഓഫ് ട്രഡീഷണൽ ഫോക്ക് സിവിലൈസേഷൻ റൊമാനിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എത്നോഗ്രാഫിക് സ്ഥാപനം. പരമ്പരാഗത ജനകീയ നാഗരികതയുടെ ആസ്ട്ര മ്യൂസിയം 96 ഹെക്ടറിലാണ്. ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ വരാറുണ്ട്. ഇവിടെ 300 പഴയ വീടുകൾ ഉണ്ട്. പഴയകാലത്ത് റൊമാനിയ ജനങ്ങൾ എങ്ങനെ ജീവിച്ചു എന്ന് ഇവിടെ അറിയാം. റൊമാനിയ റെയിൽവേ നെറ്റ്വർക്കുകൾ ഗണ്യമായി വിപുലീകരിച്ചു. ഇവിടെ മൊത്തം ട്രാക്ക് നീളം 2299 കിലോമീറ്റർ. ഇത് യൂറോപ്പിലെ 4ാമത്തെ വലിയ റെയിൽവേ നെറ്റ്വർക്ക്. 19ാം നൂറ്റാണ്ട് 76-ൽ കാനഡയിലെ മോൺട്രിയൽ ഒളിമ്പിക്സിൽ തന്റെ പ്രകടനത്തിന് ആദ്യ 10 മെഡലുകൾ റൊമേനിയൻ ജിംനാസ്റ്റ് നാഡിയയ്ക്ക് ലഭിച്ചു. അതുപോലെ ലോകത്ത് കൂടുതലായി ബ്രവൺ ബിയേഴ്സും ഈ രാജ്യത്താണ്. ഇവിടെ ഏകദേശം 6000 ബ്രവൺ ബിയേഴ്സ് ഉണ്ട്. ഇതാണ് ഫ്രണ്ട്സ്, റൊമാനിയ രാജ്യത്തെക്കുറിച്ച് ചില ഇൻട്രസ്റ്റിംഗ് വിഷയങ്ങൾ. ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങളിൽ എത്ര പേർ റൊമാനിയയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് കമന്റ് ചെയ്യൂ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്ത് ഇതുപോലുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.